ഇനി ആ കണ്ണ് തുടച്ച് ചായ കുടിക്കും. പപ്പയാ പറയുന്നത്. കരയാനുള്ള സമയമൊക്കെ പപ്പ തന്നു കഴിഞ്ഞു. ഇനി മതി. കമാൺ ചെയ്ത. ആ ഇനി എൻ്റെ മോള് പപ്പ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ജീവിതത്തെക്കുറിച്ച് ഒരുപാട് കണക്കൂട്ടലുകൾ പപ്പയ്ക്കുണ്ട്. അതൊന്നും തെറ്റില്ലെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ എവിടെയോ ഒരു പിഴ പപ്പയ്ക്ക് പറ്റിയോ എന്നൊരു സംശയം. എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം പപ്പ നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ? ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോഴും എൻ്റെ മക്കളുടെ ഒരു നല്ല സുഹൃത്തുകൂടിയായിരുന്നു ഞാൻ, അല്ലേ മോളെ? എന്നിട്ടും എന്തിന് ഈ ഒരു കാര്യം മാത്രം നീ പപ്പയെന്ന് മറച്ചു വെച്ചത്? ഒരു തമാശയായിട്ടെങ്കിലും ഒന്ന് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കുറ്റസമ്മതത്തിന്റെ വല്ല കാര്യമുണ്ടോ? ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ശരത്തിനെ കുറിച്ച് പപ്പ ഒന്ന് അന്വേഷിക്കട്ടെ. എൻ്റെ മോളുടെ തീരുമാനം ശരിയാണെന്ന് തോന്നിയാൽ ഒരിക്കലും പപ്പ അതിനെതിരെ നിൽക്കില്ല. മക്കളോടൊപ്പം അല്ലാതെ പിന്നെ പപ്പ ആരോടൊപ്പം നിൽക്കുക? പക്ഷെ അതിനു മുമ്പ് നമ്മുടെ കുടുംബം ഭദ്രമാക്കണം. അതിനുള്ള നെട്ടോട്ടത്തിലാണ് പപ്പ. അതിന് എന്ത് സംഭവിച്ചാലും പപ്പയോടൊപ്പം മക്കൾ നിൽക്കണം. നിങ്ങൾ ആരാ? നിനക്കതറിയാം. അത് ഈ മുഖം പറയുന്നുണ്ട്. എടാ കൊച്ചിനെ, കക്കാൻ കയറുന്ന വീട്ടിൽ കള്ളനാദ്യം തിരിയുന്നത് രക്ഷപ്പെടാനുള്ള പഴുതായിരിക്കും. പ്രേമത്തിന്റെ പേരും പറഞ്ഞ് പിഴപ്പിക്കാൻ കണ്ടുവച്ച പെണ്ണിന് ചങ്കുറപ്പുള്ള ആണുങ്ങൾ ആരെങ്കിലും തുണയുണ്ടോന്നായിരിക്കും നിന്നെപ്പോലുള്ള തന്തയ്ക്കവറക്കാത്തവന്മാർ അന്വേഷിക്കുന്നത്. മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? മെണ്ടിപ്പോരുത്. ഒന്നളയും ഞാൻ ഭയങ്കര ഡിമിക്ക്. ദേവിക എന്റെ പേരക്കുട്ടിയടാ. നിനക്ക് ഇവളോട് പ്രേമമാണ്. ജന്മനാട്ടിലെ ബന്ധം വേറിട്ട് പോകണ്ടെന്ന് കരുതി ലക്ഷങ്ങൾ പോക്കറ്റ് മണി നൽകി നാട്ടിൽ തനിച്ചാക്കിയതിന്റെ പേരിൽ അപ്പനും അമ്മയൊക്കെ എണ്ണപ്പാടത്ത് കഷ്ടപ്പെടുണ്ടാക്കുന്ന കാശിന്റെ കൊഴുപ്പിൽ അഹങ്കരിച്ച് കളിച്ചും കുടിച്ചും കൂത്താടി നടക്കണം നിനക്കൊക്കെ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളരെ കാണുമ്പോ കണ്ണ് ചൊറിയും. അങ്ങനെ വല്ല ചൊറിച്ചിലുമാണ് എന്റെ കുട്ടിയോട് തോന്നിട്ടുള്ളതെങ്കിൽ അടിച്ച് ഞാൻ പല്ലുതെറിപ്പിക്കും. മേലാൽ അവിടെ കാണുകയോ സംസാരിക്കുകയോ എന്ന് അറിഞ്ഞാൽ ഇനിയുള്ളൊരു കണ്ടുമുട്ടൽ ഇങ്ങനെ ആയിരിക്കില്ല. അത് ഓർമ്മിപ്പിക്കാനാണ് വന്നത്. മനസ്സിലായോ? നിൽക്കണം. തീർന്നോ? മനസ്സിൽ സങ്കല്പിച്ചെടുത്ത കുറെ കഥകൾ അഴിച്ചുവിട്ടില്ലേ? കുറച്ച് എനിക്കും പറയാനുണ്ട്. അതുകൂടി കേട്ടിട്ട് പോണം. അച്ഛനും അമ്മയും എണ്ണപ്പാടത്ത് സമ്പാദിച്ച പണത്തിന്റെ കൊഴുപ്പോണ്ട് തന്നെയാ ഞാൻ ജീവിക്കുന്നത്. എന്നുവച്ച് കളിച്ചും കുടിച്ചും കൂത്താടിയും നടക്കാൻ മാത്രം തരം താഴ്ന്നിട്ടില്ല മേലേപ്പാട്ട് ഡോക്ടർ നരേന്ദ്ര മേനോന്റെ മകൻ ശരത് മേനോൻ. റിട്ടയേർഡ് ജസ്റ്റിസ് മേലപ്പാട്ട് രാഘവ മേനോന്റെ കൊച്ചുമകന് ജന്മനാട്ടിലെ വേരുകൾ പെട്ടെന്നങ്ങനെ അറ്റുപോകുന്ന ഭയവുമില്ല. പിന്നെന്താ പറഞ്ഞേ? പേരക്കുട്ടിയെ കണ്ടപ്പോ കണ്ണു ചൊറിഞ്ഞെന്നോ? അത് ശരിയാ. പക്ഷേ അത് പെണ്ണിന്റെ ചന്തം കണ്ടിട്ടല്ല, മനസ്സ് കണ്ടിട്ടാ. മുടിയും നരച്ച് വടിയും കുത്തി നടക്കേണ്ട ഈ പ്രായത്തില് കോമാളി വേഷം കെട്ടി ചെറുപ്പം ചമഞ്ഞ് നടക്കുന്ന വലിയപ്പന് പേരക്കുട്ടിയുടെ മനസ്സ് കാണാൻ പറ്റില്ല. ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിന് നിങ്ങൾക്ക് ഒരർത്ഥം മാത്രമേ കാണാൻ പറ്റൂ. പക്ഷെ അവളുടെ മനസ്സറിയുന്ന ഒരാളുണ്ട്, അവളുടെ അച്ഛൻ. സമയമാകുമ്പോ പറയേണ്ടത് ഞാൻ അവിടെ പറഞ്ഞോളാം. പിന്നൊരു കാര്യം കൂടി, ദേവികയെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ സ്വന്തമാക്കുക തന്നെ ചെയ്യും. അത് തടയാൻ ഈ ചങ്കുറപ്പ് പോരാ. വരട്ടെ. എന്റെ നാവ് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഒരാണ് വന്നിരിക്കുന്നു. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ആണുങ്ങളെ കുറെ ഞാനും കണ്ടിട്ടുണ്ട്. മൂക്കിന് താഴെ ഈ മീശയും വെച്ചോണ്ട് നടന്നാൽ മാത്രം ആണാവില്ല. അതുകൊണ്ട് നാളെ രാവിലെ ഷേവ് ചെയ്ത് കളയാം. ശൗന്തള, നീ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ മാത്രം ഇവിടെ എന്തുണ്ടായി? ആ കിളവിയുടെ ആട്ടും തൂപ്പും കേൾക്കാനല്ല ഞാൻ ഈ കോലവും കിട്ടി ഇവിടെ നിൽക്കുന്നത്. ഭർത്താവ് ഒത്ത് ഒരുമിച്ച് ജീവിക്കാനാ. അതിനിപ്പോ എന്താ? നീ എന്റെ കൂടെ തന്നെയല്ലേ ജീവിക്കുന്നത്? അയ്യടാ, എന്തൊരു ജീവിതം! എന്റെ നിയന്ത്രണം വിട്ടാലുണ്ടല്ലോ മുന്നും പിന്നെ നോക്കാമല്ല വിളിച്ചു പറഞ്ഞിട്ട് ഇറങ്ങി പോകും. ആരെങ്കിലും കേൾക്കും. കേട്ടാ എനിക്ക് പുല്ല. ഒന്ന് പോകാൻ പറ.
എടി നീ മാവല്ലേ എടുത്ത് കളഞ്ഞേ? അയ്യോ മാവ്, ഇനിയിപ്പോ എന്ത് ചെയ്യും? തറവാടിനകത്ത് തോന്നിയ കൊന്നു കളയും. ചാട്ര, നിന്നെ മാത്രമല്ല ഇവളെ ഞാൻ കൊല്ലും. ഭയങ്കര ഡിമിക്ക് പറയടി, നീ ഇതിൽ നിന്നുള്ള ബന്ധം എന്താ? ബന്ധമോ? നിന്റെ അഭ്യാസം എടുത്ത് വേണ്ട. എത്ര നാളായി തുടങ്ങിയിട്ട്? കണ്ണടച്ച് പാൽ കുടിച്ചാൽ ആരും അറിയില്ല നീ വിചാരിച്ചു? ആര് കണ്ണടച്ചു, ആര് പാൽ കുടിച്ചു കൊച്ചേട്ടാ? ഇവള് കുറെ കാലമായി കുടിച്ചോണ്ടിരിക്കുക. അല്ല ഇവരോട് ചോദിക്കാം, പറയടാ. ഞാനും ശകുന്തലയും തമ്മിൽ സ്നേഹത്തിലാണ്. ഞങ്ങൾ വിവാഹം കഴിച്ചു ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അയ്യോ, ചേട്ടാ. ചേട്ടനോ? എന്നെയല്ലേ എവനെ? പറയടാ. ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ABCD എനിക്കറിയില്ല. അതിന്റെ സ്പോൺസർ ഞാനല്ല. ദിസ് പ്രോഗ്രാം ഈസ് സ്പോൺസർഡ് ബൈ എനിക്കറിയില്ല. പിന്നെ നിന്റെ ആണോടാ? അയ്യോ എന്റെ പൊന്നു സാറ്, എന്റെ ഭാര്യയിൽ പോലൊരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാത്തവനാണ് ഞാൻ. ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ പിന്നെ ലൗകിക ജീവിതം വിടിഞ്ഞ് ബ്രഹ്മചാരിയായി കഴിയുന്ന ഈ പാപത്തിന്റെ തലയിൽ ഈ പാപത്തിന്റെ കര കെട്ടിവെക്കാനാണോ എന്റെ ഉദ്ദേശം? അങ്ങനെ വല്ല ഉദ്ദേശം എന്റെ കുഞ്ഞിനോടുണ്ടെങ്കിൽ ഒന്ന് കുഴിച്ചു മുറിക്കാൻ ഇപ്പൊ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. അരക്കകത്ത് കാലം നീട്ടിയിരിക്കുമ്പോ ഇവിടെ ഇങ്ങനെ ചില സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കണമായിരുന്നു. എടാ പറ, നിനക്ക് ജീവൻ വേണോ ജീവിതം വേണോ? രണ്ടും വേണം. എന്നാ അങ്ങോട്ട് മാറിയിക്കേ. ഇനി ഒട്ടും താമസിക്കണ്ട, കെട്ടിക്കോ. എന്താ വരേ? എന്താടാ നോക്കി നിൽക്കുന്നത്? കെട്ടടാ. അയ്യോ വേണ്ട, ഞാൻ പറയാം. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് വേണ്ട. ഈ നിൽക്കുന്ന ബ്രഹ്മചാരി തന്നെയാ. കുട്ടിക്കൃഷ്ണ, കൊള്ളാം. മരുമകളുടെ ബന്ധം വേർപെടുത്തിയിട്ട് രഹസ്യ വിവാഹം കഴിച്ച് സുഖിച്ചിവിടെ ഇങ്ങനെ കഴിയല്ലേ? നല്ല അമ്മാവൻ. തന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയാണോ ഞങ്ങൾ ഈ നാടകം കളിച്ചത്? ഇനി തനിക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവും ഇറങ്ങിപ്പോടോ. കൊച്ചേട്ടാ ഇറങ്ങിപ്പോടോ. മിണ്ടരുത്. പൊയ്ക്കോ ഇവിടുന്ന്. ഇത്രയും കാലം എന്നോടൊപ്പം നിന്നിട്ട് എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? ഇനി രണ്ടും ഈ മുറ്റത്ത് കാലം ഊത്തരുത്. ഇറങ്ങിപ്പോടാ. ഞാൻ പോകാം. പക്ഷെ ഒന്നോർത്തോ, 5-6 പെണ്ണുങ്ങൾ മാത്രമുള്ള വീടായത്. പിന്നെ ഏളും ആകെ തുണയ്ക്കുള്ള ഏക ആന്തരിയാണ് ഈ പറഞ്ഞു വിടുന്നത്. ഇനി വരുന്നതല്ലേ അനുഭവിച്ചോ. ഇറങ്ങിപ്പോടാ. താൻ പോടോ സിംഗപ്പൂർ സിംഗമ ഹേമങ്ക റെഡിമിക്ക്. നീ വാടി. ഇനി ആ താലി എടുത്ത് പുറത്തോട്ടോ. നീ എന്ന് ഇവരുടെ കൂടോത്രത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു അന്ന് മാത്രമേ നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റൂ. ഏതൊരു ഭാര്യയായാലും സ്വന്തം ഭർത്താവിനെ മനസ്സിലാക്കണം, ഒരു പരിധി വരെ അനുസരിക്കുകയും. വന്ദനേ, മോളെന്താ വല്ലാതിരിക്കുന്നേ? ഇല്ല, സുഖമില്ലേ? ഒന്നുമില്ല. ആർ യു ഓൾ റൈറ്റ്? നമ്മോട് ഇങ്ങോട്ടിരിക്കും. മോളോട് ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. മോളും കൊണ്ടേരി. എന്താ അത്? കയ്യിലെന്താ? ഇങ്ങോട്ട് ഈ റാസ്കലിന്റെ ഫോട്ടോ എന്തിനാ അവിടെ വെച്ചോണ്ടിരിക്കുന്നത്? അവനെ കുറിച്ചുള്ള ഒരോർമ്മയും ഇവിടെ ബാക്കിക്കാൻ പാടില്ല. ഉത്തരവാദിത്തമുള്ള ഭർത്താവായിരുന്നു അവൻ. റാസ്കൽ. മക്കൾക്ക് നല്ലൊരു അച്ഛനായിരുന്നു അവൻ. റാസ്കൽ. ഒരു കാര്യം ഇപ്പൊ തീരുമാനിക്കണം. നിനക്ക് ഇവനെ എവിടെ വേണോ അതോ ഞാൻ ഈ വീട്ടിൽ വേണോ? Ha ha ha!